കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡേ ഗെയിനേഴ്സ്, ഡേ ലൂസേഴ്സ് ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇന്ന് ഗ്യാപ്പ് അപ്പ് ആൻഡ് ഗ്യാപ്പ് ഡൗൺ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ആദ്യം നമുക്കിതിൻ്റെ എന്താണ് സംഭവം, ഗ്യാപ്പ് അപ്പ് ആൻഡ് ഗ്യാപ്പ് ഡൗൺ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് എക്സൽ ഷീറ്റിലേക്ക് വരാം. ഗ്യാപ്പ് അപ്പ് ആൻഡ് ഗ്യാപ്പ് ഡൗൺ ആണ് നമുക്കിന്ന് നോക്കേണ്ടത്. അപ്പം ഗ്യാപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഡേയിലെ ക്ലോസിംഗ് പ്രൈസിൽ നിന്നും രാവിലെ ഓപ്പൺ ആകുമ്പോൾ കൂടുതലായിട്ടാണ് സ്റ്റോക്കിൻ്റെ പ്രൈസ് ഓപ്പൺ ആകുന്നത്. അതൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമ്മൾ പറയും. പ്രീവിയസ് ഡേയിനെക്കാട്ടി ക്ലോസിംഗ് പ്രൈസിനെക്കാട്ടിൽ കുറഞ്ഞ റേറ്റിനാണ് രാവിലെ ഓപ്പണിംഗ് ഒരു സ്റ്റോക്കിൻ്റെ എങ്കിൽ അത് ഗ്യാപ്പ് ഡൗൺ എന്ന് നമുക്ക് പറയാം. അപ്പം ഗ്യാപ്പ് അപ്പ് എപ്പോഴും ഒരു ബുള്ളിഷ് റൈസിങ് അല്ലെങ്കിൽ ബുള്ളിഷ് മോഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഗ്യാപ്പ് ഡൗൺ ഒരു ബെയറിഷ് ഇതായിട്ടാണ്, ഫോളിങ് ഇതാണ്, പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഗ്യാപ്പ് അപ്പ് ആൻഡ് ഗ്യാപ്പ് ഡൗൺ ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിന് പല കാര്യങ്ങളുണ്ട്. ഇത് എങ്ങനെയാണ് ഗ്യാപ്പ് അപ്പ് ആൻഡ് ഗ്യാപ്പ് ഡൗൺ ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ടെക്നിക്കൽ ഒരു ഫാക്ടർ, ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിനെ പറ്റി ഒരു ന്യൂസ് ഉണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാർട്ടർലി റിട്ടേൺസ് വൈകിട്ട് വന്നു. അപ്പോൾ അത് എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടി കൂടുതൽ ഏണിങ്സാണ് കിട്ടിയത്. പ്രതീക്ഷിച്ചതിനെക്കാട്ടിൽ കൂടുതലായിട്ടുള്ള ഒരു പ്രോഫിറ്റൊക്കെ കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു ഗ്യാപ്പ് അപ്പ് മൂഡിൽ ഓപ്പൺ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സെയിം അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും ഒരു ഫാർമ കമ്പനി സംതിങ് അതിൻ്റെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമായിരിക്കും ചിലപ്പം ഒരു ന്യൂസ് വരുന്നത്. അതിൻ്റെ എന്തെങ്കിലും മോളിക്യൂൾസ് ബാൻ ചെയ്തോ, അല്ലെങ്കിൽ ആ ഡ്രഗ്സിനെ ഏതെങ്കിലും ഗവൺമെൻറ് ബാൻ ചെയ്തിട്ടോ എന്തെങ്കിലും, അല്ലെങ്കിൽ ആ ഡ്രഗ് കാരണം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായെന്നുള്ള ന്യൂസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും ഗ്യാപ്പ് ഡൗൺ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ രീതിയിലാണ് ന്യൂസ് പോസിറ്റീവായാലും നെഗറ്റീവായാലും അത് സ്റ്റോക്കിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതൊരു ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗണിന് കാരണമാകും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഗ്യാപ്പ് അപ്പ് ആൻഡ് ഗ്യാപ്പ് ഡൗൺ നമുക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ആഫ്റ്റർ അവർ എച്ച് ഓർഡേഴ്സ് എന്നൊക്കെ പറയും. ആഫ്റ്റർ അവർ ഓർഡേഴ്സ് ഉണ്ട്, അത് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സാധാരണയായിട്ട് ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ ആഫ്റ്റർ അവർ എച്ച് ഓർഡേഴ്സ് പ്ലേസ് ചെയ്ത് വെക്കും. ആ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് പ്ലേസ് ഓപ്പൺ മാർക്കറ്റ് ഓർഡേഴ്സ് ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ അടുത്ത ദിവസത്തെ പ്രീ ഓപ്പൺ സെഷൻസ് ഉണ്ട്, 9 to 9:15. അതിന് രണ്ട് സെഗ്മെൻറ്റാണ്, 9 to 9:08 വരെ, 9 to 8 വരെയും 9 to 15, 9:08 to 9:15 വരെ, അങ്ങനെ രണ്ട് സെഗ്മെൻറ്റായിട്ടാണിത് ഉള്ളത്. അപ്പോൾ ഈ പ്രീ ഓപ്പൺ സെഷനിൽ ഒരു ടക്ക് ഓഫ് വാർ നടക്കും. ഈ ബയേഴ്സും സെല്ലേഴ്സും ഇട്ടേക്കുന്ന ഓർഡറുകൾ തമ്മിലൊരു പിടിവലി നടക്കും. അപ്പോൾ അതിൽ നിന്നും ഒരു പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഓർഡേഴ്സ് ആർ മാച്ച്ഡ്, ദെൻ ദ ഓപ്പണിംഗ് പ്രൈസ് ഈസ് ഫിക്സ്ഡ്. അപ്പോൾ അവിടെ ആ ഫിക്സ് ചെയ്യുന്ന പ്രൈസ് പ്രീവിയസ് ഡേയിനെക്കാട്ടിൽ കൂടുതലായിരിക്കുമ്പോൾ അതൊരു ഗ്യാപ്പ് അപ്പായിട്ട് തന്നെ വരും. അപ്പോൾ ഈ 9 to 9:08, ഈ 9-നും 9:08-നും ഇടയിലുള്ള ഈ ഓർഡറിൽ നിന്നാണ് ഇത് തീരുമാനിക്കുന്നത്. ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ എന്ന് തീരുമാനിക്കുന്നത്. പിന്നെ വേറൊരു ഫാക്ടർ, ഇപ്പോഴത്തെ പ്രധാനമായിട്ട് ഇപ്പം കൂടുതൽ ട്രേഡിങ് അൽഗോരിതമിക് ട്രേഡിംഗ് ആണ് ഇരുന്നത്, ആൽഗോ ട്രേഡിംഗ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ രീതിയിലുള്ള ഇതിൽ വരുമ്പോൾ ഒരു ബൈ സിഗ്നൽ ജനറേറ്റ് ചെയ്തെന്നിരിക്കട്ടെ, ഒരു അൽഗോരിതം ഒരു ബൈ സിഗ്നൽ അല്ലെങ്കിൽ സെൽ സിഗ്നൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ലാർജ് ബൈ ഓർഡർ അല്ലെങ്കിൽ ആയിട്ട് മാറുന്നത്. സൈസ് ഓഫ് അൽഗോരിതമിക് ട്രേഡിംഗ് ട്രിഗേഴ്സ് എ പ്രൈസ് ഗ്യാപ്പ് എന്നാണ്. അത് വലിയ ഓർഡറുകളാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതും ഒരു ഫാക്ടറാണ്. പിന്നെ ഇതിൽ നമുക്കൊരു 3-4 ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. എന്തൊക്കെയാണ് ഗ്യാപ്പുകളെ പറ്റി. ബ്രേക്ക് അവേ എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. ബ്രേക്ക് അവേ എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് പറയുമ്പോൾ മുകളിലോട്ടുള്ള റെസിസ്റ്റൻസ്, സപ്പോർട്ട് എന്ന് പറയുമ്പോൾ താഴോട്ടുള്ള, ഇത് രണ്ടും ബ്രേക്ക് ചെയ്യും. ഒന്നുകിൽ അത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകും, അല്ലെങ്കിൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരും. ഇങ്ങനെ വരുന്ന ഗ്യാപ്പുകളാണ് അത് ബ്രേക്ക് അവേ ഗ്യാപ്സ് ആണ് അതിനെ പറയുന്നത്. പിന്നുള്ള ഒരെണ്ണം ഒരു
ക്ഷീണിച്ച് തളർന്ന ടൈപ്പുള്ള ഒരു ഗ്യാപ്പാണ്. അപ്പോൾ ഇത് ഒരു അപ് ട്രെൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സഡൻലി ഒരു മൂവ്മെൻറ്റ് താഴോട്ട് വന്നതായിരിക്കും. പക്ഷേ ഇതിന് അവിടെ തന്നെ മുകളിലോട്ട് പോകാനുള്ള ശക്തിയില്ല, അല്ലെങ്കിൽ താഴോട്ട് പോകാനുള്ള ഒരു ശക്തിയില്ലാതെ നിൽക്കും ഇത്. അപ്പോൾ ഇത് ഒരു വീക്ക് ഓപ്പർച്യൂണിറ്റി ആണെന്ന് വിചാരിക്കാം. പിന്നുള്ളത് കോമൺ ഗ്യാപ്സ് ആണ്. ഇതൊരു സിമ്പിൾ റെപ്രസെൻറ്റേഷനാണ്. അതായത് പ്രൈസിനെ പറ്റി, പ്രൈസ് എത്രയും ഗ്യാപ്പ് ചെയ്തു എന്നുള്ളതല്ല. അല്ലാതെ ഇതിനകത്ത് നിന്ന് നമുക്ക് വലുതായിട്ടൊന്നും മനസ്സിലാക്കാനൊന്നുമില്ല. റിലേറ്റീവ്ലി സ്മോൾ ആയിരിക്കും. നോർമൽ somewhat regular events in the price action of an asset. They tend to provide no real analytical decisions. അത് നമുക്ക് പ്രത്യേകിച്ച് കാൽക്കുലേഷനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എക്സൽ ഷീറ്റിൽ ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഗ്യാപ്പ് അപ്പ് നമുക്ക് നോക്കാം, അതിനുശേഷം ഗ്യാപ്പ് ഡൗണിലോട്ട് പോകും. ഗ്യാപ്പ് അപ്പ് നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് ഈ എക്സൽ ഷീറ്റ് നമുക്ക് കാണാം. സിമ്പിൾസ് ഉണ്ട്, കമ്പനിയുടെ പേര് ഇവിടെ ഉണ്ട്, ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ഇവിടെ ഉണ്ട്, ചേഞ്ച് ഉണ്ട്, ചേഞ്ച് പെർസെൻറ്റേജ് ഉണ്ട്, പിന്നെ ഒരു ഐക്കോൺസ് ഉണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പോസിറ്റീവ് മുകളിലോട്ടാണോ താഴോട്ടാണെന്നുള്ള ചുമ്മാ ഇട്ടേക്കുന്നേ ഉള്ളൂ. കളർ കോഡിങ് ഇതെല്ലാം ഒരു കണ്ടീഷണൽ ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്ത് ഈ എക്സൽ ഷീറ്റിൽ ഇട്ടേക്കാണ്. പിന്നെ നമുക്ക് ഇത് ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് പ്രീവിയസ് ഡേ പ്രൈസാണ്. പ്രീവിയസ് ക്ലോസിംഗ് പ്രൈസ്, പ്രീവിയസ് ഡേയിലെ ക്ലോസിംഗ് പ്രൈസ് നമ്മുടെ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഹൈയും ലോയും കൂടെ പ്രീവിയസ് ഡേയിൽ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടി എടുത്തേക്കുന്നുള്ളൂ. അതിൻ്റെ ആവശ്യമില്ല ശരിക്കും. പിന്നെ ഇന്നത്തെ ഹൈ, ലോ, പ്രീവിയസ് ഡേ ഓപ്പൺ, പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ ലോ അല്ല പ്രീവിയസ് ഡേ ക്ലോസ്. അപ്പം ഇന്നത്തെ ഹൈ ലോയും ഉണ്ട്, ഓപ്പണും ഇവിടെ ഉണ്ട്, ഇന്നത്തെ LTP ലാസ്റ്റ് ട്രേഡ് പ്രൈസും ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ വോളിയം അറിയണം എന്ന് ഞാൻ നേരത്തെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഈ വോളിയം ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഈ സമയത്ത് നമ്മളിപ്പോൾ ഇത് റിഫ്രഷ് ചെയ്യുമ്പം ആ സമയത്തുള്ള വോളിയവും പ്രൈസും എല്ലാം നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. ഇത് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ വോളിയത്തിൽ മാത്രം നടക്കുന്നതാണെങ്കിൽ അത് നമുക്ക് ഇവിടുന്ന് സോർട്ട് ചെയ്താൽ മതി. ഇവിടുന്ന് വോളിയം സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഏറ്റവും കൂടിയ വോളിയം മുതൽ താഴോട്ട് കുറഞ്ഞ വോളിയത്തിലോട്ട് സെറ്റ് ചെയ്ത് വെക്കാമെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ എന്നുള്ളത് വരും. ഇതിപ്പോൾ ഗ്യാപ്പ് അപ്പ് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, അപ്പോൾ അവിടെ കൊടുത്തേക്കുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു ഗ്യാപ്പ് ഫിൽഡ് എന്ന് പറയും. അതായത് ആ ഗ്യാപ്പ് അപ്പ് ആയ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളിങ്ങനെ നോക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും പിന്നെ അതിൻ്റെ റേഞ്ചും ഉണ്ട്. ഏത് റേഞ്ചിലാണ് ഈ ഗ്യാപ്പ് അപ്പ് ആൻഡ് ഗ്യാപ്പ് ഡൗൺ, ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ട റേഞ്ച് ഏതാണ്, ആ റേഞ്ചാണ് ഇവിടെ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ എക്സൽ ഷീറ്റിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റാറ്റസ് എന്താ കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗ്യാപ്പ് നോർമൽ കേസിൽ ഗ്യാപ്പ് അപ്പ് ആവും, അത് ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയും ചെയ്യും ഉടൻ തന്നെ, അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് അല്ലെ 2 ദിവസമൊക്കെ ഗ്യാപ്പ് ഫില്ലാകും. അപ്പോൾ ഈ ഗ്യാപ്പ് അൺഫിൽഡ് എന്നുള്ള പൊസിഷനിൽ കിടക്കുകയാണെങ്കിൽ അത് വീണ്ടും അടുത്ത ട്രേഡിംഗ് സെഷനിലൊക്കെ വീണ്ടും അത് ഗ്യാപ്പ് അപ്പ് ആവാൻ തന്നെ ഉള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സ്റ്റോക്കുകൾ വേണമെങ്കിൽ മാത്രം നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് സെലക്ട് ചെയ്തിട്ട് അൺഫിൽഡ് ഗ്യാപ്പ് മാത്രം ഒന്ന് ഫിൽട്ടർ ചെയ്ത് നോക്കാം, വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ നോക്കാം. അപ്പോൾ ബ്ലൂ ഡാർട്ട് ഉണ്ട്, ഗ്യാപ് ടെസ്റ്റ് ഉണ്ട്, DCM, ശ്രീറാം, അങ്ങനെ കുറേ കമ്പനികൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് റിഫ്രഷ് ചെയ്തിട്ടില്ല, ഇത് കുറേ മുമ്പുള്ള ഡാറ്റയാണ്. ഒരുപക്ഷെ ഇത് വളരെ നേരത്തെ ഉള്ള ഡാറ്റയായിരുന്നു. അപ്പം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അത് ആ അൺഫിൽഡ് ഗ്യാപ്പുള്ള സ്റ്റോക്കുകൾ നമുക്ക് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് അടുത്തൊരു 1-2 ട്രേഡിംഗ് സെഷനോട് നമുക്കൊരു പക്ഷേ ബെനിഫിറ്റ് തരാൻ ചാൻസ് കൂടുതലുണ്ട്. അത് നമ്മളവിടെ നമ്മൾ ഇതിൻ്റെ ഗ്യാപ്പ് അപ്പ് ഡൗണിനെ പറ്റി, അപ്പ് ആൻഡ് ഡൗണിനെ പറ്റി പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞില്ല, പക്ഷേ അതാണ് അതിൻ്റെ ഫാക്റ്റ്. അപ്പം ഇതിൽ ഇന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. നമുക്ക് ഇപ്പം ടോട്ടൽ 704 എന്ന് കാണിക്കുന്നുണ്ട്. നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പോൾ റിഫ്രഷ് ചെയ്തു. ഇന്ന് ഇപ്പോൾ റിഫ്രഷ് ചെയ്തപ്പോൾ 264 സ്റ്റോക്കാണെന്ന് ഗ്യാപ്പ് അപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇപ്പോഴിപ്പോൾ 320 അടുപ്പിച്ചിട്ടൊക്കെയാണ് സമയം കാണിക്കുന്നത്. ഇത് രാവിലെ ഒരു 9:15 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ഒരു 9:30, 9:45 അതിനകം തന്നെ നമുക്ക്
ഇത് നോക്കിക്കൊണ്ട് ഇരിക്കണം. അതിനുശേഷം അൺഫിൽഡ് ഗ്യാപ്പ് ഉള്ളത് മാത്രം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്താൽ മതി. അതാണ് ഇതിൻ്റെ ഈ എക്സൽ ഷീറ്റ് ഉപയോഗിക്കാൻ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ശരി, അതിനുശേഷം നമുക്കിനി അടുത്തത് ഗ്യാപ്പ് ഡൗണിലോട്ട് പോവാം. എക്സൽ ഷീറ്റിൽ നമ്മൾ ഗ്യാപ്പ് അപ്പ് കണ്ടു. ഇനിയിപ്പം ഗ്യാപ്പ് ഡൗൺ ആണ് കാണുന്നത്. ഗ്യാപ്പ് ഡൗൺ സ്റ്റോക്കുകളിൽ ഈ എക്സൽ ഷീറ്റ് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇത് തമ്മിൽ ചില വ്യത്യാസം കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ ഗ്യാപ്പ് അപ്പിലായിരുന്നെങ്കിൽ നമ്മൾ ചേഞ്ചസിൻ്റെ കൂടെ കുറച്ച് കണ്ടീഷണൽ ഫോർമാറ്റിങ് ഇട്ടിട്ടുണ്ട്, ഐക്കോൺസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ. ഇത് ഗ്യാപ്പ് ഡൗണിൽ അതൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് സിമ്പിളായിട്ട് ഇങ്ങനെ തോന്നുന്നത്. ഇവിടെ അത് സിമ്പിളുണ്ട്, ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ഉണ്ട്, ചേഞ്ച് പെർസെൻറ്റേജ് ഉണ്ട്, ഓപ്പൺ ഹൈ ലോ ഉണ്ട്, പ്രീവിയസ് ഓപ്പൺ, പ്രീവിയസ് ഹൈ, പ്രീവിയസ് ലോ ഉണ്ട്. ഇത് നമുക്ക് വേണ്ട, റിയലി നമുക്ക് പ്രീവിയസ് ക്ലോസിങ് മാത്രം മതി ഗ്യാപ്പ് ഡൗൺ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ വോളിയം ഇവിടെ ഉണ്ട്. പിന്നെ ഇത് ഗ്യാപ്പ് ഡൗൺ തന്നെയാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. പിന്നെ ഇതിവിടെ സ്റ്റാറ്റസ് ഉണ്ട്, ഇവിടെ ഗ്യാപ്പ് ഫിൽഡ് ഉണ്ട്. നേരത്തെ നമ്മൾ ഗ്യാപ്പ് അപ്പിൻ്റെ കേസിൽ പറഞ്ഞാൽ ഇവിടെയും ഗ്യാപ്പ് അൺഫിൽഡും ഉണ്ട്. അപ്പോൾ അൺഫിൽഡ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഗ്യാപ്പ് അൺഫിൽഡ് എന്നുള്ളത് എടുത്തിട്ട് നമുക്ക് സോർട്ട് ചെയ്താൽ മാത്രം മതി. പിന്നെ അതിൻ്റെ റേഞ്ച് ഇതാണ്, ഫിൽഡ്, ഗ്യാപ്പ് ഫിൽഡ് ആൻഡ് ഗ്യാപ്പ് അപ്പ്, ഗ്യാപ്പ് ഡൗണിൻ്റെ റേഞ്ചസ് ആണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. റിഫ്രഷ് ആവുന്നുണ്ട്. അപ്പം ഇത് ഇപ്പോൾ ലൈവ് മാർക്കറ്റിലാണെങ്കിൽ ഇത് ആ സമയത്തെ റേറ്റിലോട്ട് തന്നെ വരും. അതല്ല നമ്മളിപ്പം ലൈവ് ട്രേഡിംഗ് ഇല്ലാത്ത സമയത്താണ് ചെയ്യുന്നതെങ്കിൽ പ്രീവിയസ് ഡേയിലെ ലാസ്റ്റ് ട്രേഡഡ് പ്രൈസിലോട്ട് ഇത് വന്നു. ഇപ്പം നമ്മൾ റിഫ്രഷ് ചെയ്തിട്ടുണ്ട്, ഇതിൽ കാണാൻ പറ്റും. ഇപ്പം നമുക്കിവിടെ ഗ്യാപ്പ് ഫിൽഡ് ഉണ്ട്, അൺഫിൽഡ് വല്ലതും ഉണ്ടോ എന്ന് വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഗ്യാപ്പ് അൺഫിൽഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അൺഫിൽഡ് സ്റ്റോക്കുകൾ ഇവിടെ ഉണ്ട്. നേരത്തെ ഞാൻ അതിനെപ്പറ്റി സൂചിപ്പിച്ചിരുന്നല്ലോ ഗ്യാപ്പ് അപ്പിൽ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമുക്ക് ലൈവ് ഡാറ്റയിലാണ് നമ്മൾ ഈ ഇതുവരെ ഇതെല്ലാം കണ്ടത്. ഇനിയിപ്പോൾ കുറച്ച് ഇതൂടെ ഉള്ളു ലൈവ് ഡാറ്റയിൽ, ബാക്കിയെല്ലാം നമുക്ക് എൻഡ് ഓഫ് ഡേ ഡാറ്റയിലുള്ളതാണ്. അത് നമുക്ക് കുറേ ടൂൾസ് ഉണ്ട്, അത് അടുത്ത വീഡിയോയിൽ കാണാം. ഇനിയിപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ടോട്ടൽ മാർക്കറ്റിൻ്റെ ഒരെണ്ണമുണ്ട്, സ്റ്റോക്ക് ഡാറ്റാസ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ഇവിടെ എത്ര സ്റ്റോക്കിൻ്റെ കാണുന്ന 2000 എത്ര സ്റ്റോക്കിൻ്റെ ഇവിടെ കാണിച്ചിട്ട് നമ്മൾ സെർച്ച് ചെയ്തിട്ട് കൊണ്ടുവരുന്ന ഒരെണ്ണമുണ്ട്. പിന്നെ ഒരു ബ്രേക്കൗട്ടിൻ്റെ ഒരു പുതിയ ടൂളുണ്ട്, അത് കാണിക്കാം. സെക്ടർ വൈസ് ഉള്ള ഒരെണ്ണമുണ്ട്. അതിനുശേഷം നമ്മൾ അഡ്വാൻസ് ഡിക്ലൈൻസിൻ്റെ ഒരു ഗ്രാഫും ഒക്കെ ഉണ്ട്, അത് നമുക്ക് കാണണം. പിന്നെ FIDIയുടെ ആക്ടിവിറ്റീസ് നമുക്ക് ഡെയിലി, മന്ത്ലി, ഇയർലി നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും, അത് നമുക്ക് കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ അതെല്ലാം നമുക്ക് കാണാം. തൽക്കാലം ഇവിടെ നിർത്തുന്നു.